Good morning, sir. Yes, Hira, good morning. Good morning, sir. Sudhi SMS, good morning. Good morning, sir. Srilashmi, good morning. Sharanya, Vignesh, Vaigamon, good morning. Ansu, Nimijos, good morning. Yes. Let us start. Yes. Okay, okay. Srilashmi, last നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്തായിരുന്നു? റിപ്പോർട്ട് സ്പീച്ച് ആയിരുന്നു. റിപ്പോർട്ട് സ്പീച്ചിന്റെ ഏത് ടെൻസാണ് നമ്മൾ പറഞ്ഞത് ലാസ്റ്റ് ക്ലാസ്സിൽ? വുഡ് യു നമ്മൾ റിപ്പോർട്ട് സ്പീച്ച് പറഞ്ഞതല്ല. വുഡ് യു പ്ലീസ് എന്ന് നമ്മൾ പറഞ്ഞത് സാധാരണഗതിയിൽ നമ്മൾ ആരോടെങ്കിലും ഒരു വഴിയോ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ പറയുന്ന ആ ഒരു സംഗതി പറഞ്ഞ. യെസ്. വുഡ് യു പ്ലീസ് പറഞ്ഞത് അല്ലേ? കറക്റ്റ് ആണ്. സിമ്പിൾ പ്രശ്നമാണ് പറഞ്ഞത്. അപ്പൊ സിമ്പിൾ ഫാസ്റ്റ് വെക്കും. യെസ്. ഓക്കെ. അങ്ങനെ പോകുന്നതിന് മുമ്പ് വേറൊരു കാര്യം പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞു വുഡ് യു പ്ലീസ് ടെൽ മീ ദ ട്രൂത്ത്, വുഡ് യു പ്ലീസ് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന വേറെ ഒരു കൺസ്ട്രക്ഷനാണ് ഇഫ് യു ഡോണ്ട് മൈൻഡ്. ഇഫ് യു ഡോണ്ട് മൈൻഡ് എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ പ്ലീസ് ഉപയോഗിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് ഉപയോഗിക്കണം. ഇഫ് യു ഡോണ്ട് മൈൻഡ് കഴിഞ്ഞിട്ട് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബാണ് പ്ലീസ് ഉപയോഗിക്കുക. യെസ്. അപ്പൊ ഇഫ് യു ഡോണ്ട് മൈൻഡ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം വിരോധമില്ലെങ്കിൽ ഒന്ന് ചെയ്യുന്നതാണ്. വിരോധമില്ലെങ്കിൽ. യെസ്. അപ്പൊ ആരുടെ കയ്യില് എന്തെങ്കിലും സംഗതിക്കുകയാണ് കണ്ടു കഴിഞ്ഞപ്പോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സമയത്തേക്ക് വേണമെങ്കിൽ ഇഫ് യു ഡോണ്ട് മൈൻഡ്, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ പ്ലീസ് ഗിവ് എ ന്യൂസ് പേപ്പർ. ആ ന്യൂസ് പേപ്പർ ഒന്ന് തരിക. അപ്പൊ വുഡ് യു പ്ലീസ് എന്ന് ചോദിക്കുന്നത് പോലെ തന്നെ ചോദിക്കാവുന്ന വേറൊരു കൺസ്ട്രക്ഷന്റെ മോഡലാണ് ഇഫ് യു ഡോണ്ട് മൈൻഡ്, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ. ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് ഹെൽപ്പ് മീ, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കാമോ. യെസ്. ഇഫ് യു ഡോണ്ട് മൈൻഡ്. ഓക്കെ ശ്രീലക്ഷ്മി, ഇഫ് യു ഡോണ്ട് മൈൻഡ് വിരോധമില്ലെങ്കിൽ. അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാലോചിച്ച് ഇഫ് യു ഡോണ്ട് മൈൻഡ് വെച്ചിട്ട് ഒരു വാചകം. ഇഫ് യു ഡോണ്ട് മൈൻഡ് ഓപ്പൺ ദ ഡോർ, വിരോധമില്ലെങ്കിൽ ആ ജനൽ ഒന്ന് തുറക്കാമോ. യെസ്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, വിരോധമില്ലെങ്കിൽ. യെസ്. ശ്രുതി ഒരെണ്ണം പറഞ്ഞേ. ഓരോരുത്തരും ആലോചിച്ച് വെച്ചിട്ടോ. ഇഫ് യു ഡോണ്ട് മൈൻഡ് വെച്ചിട്ട്. ഇഫ് യു ഡോണ്ട് മൈൻഡ്. If you don't mind, I would back to the bed. യെസ്. ഒന്നുകൂടി ഇത് ശരിയാക്കണ്ട, ഞാൻ പറയാതെ. ശ്രീലക്ഷ്മി, രവി കറക്റ്റ് ആണ് കേട്ടോ. ഒന്നുകൂടി പറഞ്ഞേ ശ്രുതി. ഇഫ് യു ഡോണ്ട് മൈൻഡ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുമ്പോ ഉപയോഗിക്കാം. ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് കം ടു മൈ ഹോം. ഓക്കെ വിഘ്നേഷ്, കറക്റ്റ് ആണ്. പറഞ്ഞോളൂ ശ്രുതി. If you don't mind, I would back to the bed. I would like. Okay. If you don't mind കഴിഞ്ഞതിന് ശേഷം പ്രസന്റ് ടെൻസ് ഓഫ് ദി വെർബ് ഉപയോഗിക്കും.
I would like to get back to the bed. യെസ്, നമ്മൾ പറഞ്ഞ കൺസ്ട്രക്ഷനിൽ ഇഫ് യു ഡോണ്ട് മൈൻഡ് കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസ് ഓഫ് ദി വെർബ് ഐ വുഡ്, അതാണ് മറ്റൊരു പ്രസന്റ് ടെൻസ് ഓഫ് ദി വെർബ്. പ്രസന്റ് ടെൻസ്. ഓക്കെ ശ്രീലക്ഷ്മി. I would go to the bed. സുധി അപ്പോഴും അയ്യും വന്നും ഫുഡും വന്നില്ലേ, അത് ഒഴിവാക്കി. പ്രസന്റ് വെർബ് മാത്രം മതി. ഗോ വന്നില്ലേ, കറക്റ്റ് ആണ്. If you don't mind, go to the bed. If you don't mind, go to the bed. വിരോധമില്ലെങ്കിൽ പോയി കിടന്ന് ഉറങ്ങും. യെസ്, അപ്പൊ നമ്മൾ ഉറങ്ങുന്നതല്ല, അങ്ങനെ ഉണ്ടോ പറഞ്ഞേ. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ക്യാൻ ഐ ടേക്ക് എ സിപ്പ് ഓഫ് വാട്ടർ? ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഓക്കെ. യെസ്, നിമിഷ പറയാമോ? ഇഫ് യു ഡോണ്ട് മൈൻഡ്. വൈകാമോൾ. Yes. Hira Rajesh. If you don't mind. If you don't mind, please take a photo. Yes. If you don't mind, please take a photo. Correct. If you don't mind, please take a photo. Answer. Yes, sir. If you don't mind, can I have a sip of water? Yes. Yeah. Okay. Sriyashmi. ശ്രീലക്ഷ്മി പറഞ്ഞോളൂ. പറഞ്ഞോളൂ. If you don't mind, please bring some vegetables. Yes, if you don't mind, please bring some vegetables. വിരോധമില്ലെങ്കിൽ കുറച്ച് പച്ചക്കറി വരുമ്പോൾ കൊണ്ടുവരിക. ശരണ്യ. If you don't mind, please come with me. Yes, if you don't mind, please come with me. Yes, Vignesh. So, If you don't mind. if you don't mind, please play chess with me. Yes, if you don't mind, please play chess with me. Yes, Gayatri. Yes. അപ്പൊ നമുക്ക് നോക്കാം. പക്ഷെ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ ഇപ്പോൾ ശ്രദ്ധിച്ചോളാം. ഇഫ് യു ഡോണ്ട് മൈൻഡ് പോലെ വുഡ് യു മൈൻഡ് എന്ന് പറഞ്ഞ വേറൊരു കൺസ്ട്രക്ഷൻ, വുഡ് യു മൈൻഡ്. അപ്പൊ എപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, വുഡ് യു മൈൻഡ് കഴിഞ്ഞാല് പിന്നെ ING ഉപയോഗിച്ചിരിക്കും. വുഡ് യു മൈൻഡ് കഴിഞ്ഞു കഴിഞ്ഞാല് എപ്പോഴും ING ഉപയോഗിച്ചിരിക്കണം. വിരോധമില്ലെങ്കിൽ ഒന്ന് ചെയ്യൂ എന്നുള്ളതാണ് ഇഫ് യു ഡോണ്ട് മൈൻഡ്. വുഡ് യു മൈൻഡ് എന്ന് പറയുന്നത് കഴിഞ്ഞാല് ചെയ്യുന്നതിൽ വിരോധമുണ്ടോ എന്ന് ചോദിക്കുന്ന മോഡലാണ്. ചെയ്യുന്നതിൽ വിരോധമുണ്ടോ. വുഡ് യു മൈൻഡ് ഹെൽപ്പ് എന്ന് പറഞ്ഞ തെറ്റാണ്. വുഡ് യു മൈൻഡ് ഹെൽപ്പിംഗ് മീ, എന്നെ സഹായിക്കുന്നതിൽ വിരോധമുണ്ടോ. വുഡ് യു മൈൻഡ് ടേക്കിംഗ് ദാറ്റ് ഗ്ലാസ് ഓഫ് വാട്ടർ, ആ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുന്നതിൽ വിരോധമുണ്ടോ. അപ്പോ ഇഫ് യു ഡോണ്ട് മൈൻഡ് കഴിഞ്ഞാൽ പ്രസന്റൻസ് ഓഫ് ദി വെർബ് ഉപയോഗിച്ചാൽ മതി. പക്ഷെ വുഡ് യു മൈൻഡ് ആണെങ്കിൽ അത് കഴിഞ്ഞാൽ എന്ത് ഉപയോഗിക്കേണ്ടത്, ING ഉള്ള വേർഡ് ഉപയോഗിക്കും. വുഡ് യു മൈൻഡ് വാച്ചിങ് TV വിത്ത് മീ, കറക്റ്റ് ആണ് വിഘ്നേഷ്. ഇനി നിങ്ങൾ അങ്ങനെയുള്ള ഒരു വാചകം നോക്കുക. വുഡ് യു മൈൻഡ് അതിന്റെ അർത്ഥം ഇതാണ്, ചെയ്യുന്നതിൽ വിരോധമുണ്ടോ. വുഡ് യു മൈൻഡ്. ആ വുഡ് യു മൈൻഡ് വെച്ചിട്ടാണ് നമുക്ക് അടുത്തത് നോക്കാം. വുഡ് യു മൈൻഡ് ക്ലോസിംഗ് ദ വിൻഡോ. ഓക്കെ ശ്രുതി, കറക്റ്റ് ആണ്. യെസ്, വുഡ് യു മൈൻഡ് ക്ലോസിംഗ് ദ വിൻഡോ. വുഡ് യു മൈൻഡ് കമ്മിങ് along with me. ഓക്കെ, കറക്റ്റ് ആണ്. ശരണ്യ പറഞ്ഞോളൂ. Would you mind please dancing with me? Would you mind dancing with me? Yes. Would you mind coming for a walk with me? Okay, Sinishmi, correct ആണ്. Would you mind coming for a walk with me? എന്റെ കൂടെ നടക്കുന്നതിൽ വിരോധമുണ്ടോ. യെസ്. അപ്പൊ മറക്കാണ്ടിരിക്കേണ്ട കാര്യം, വുഡ് യു മൈൻഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ ING ഫോം ആയിരിക്കും. നേരെ മറിച്ച് ഇഫ് യു ഡോണ്ട് മൈൻഡ് ആണെങ്കിൽ ING ഫോം ആയിരിക്കില്ല. യെസ്, ഇത് എപ്പോഴും ഒന്ന് ഓർമ്മയുണ്ടായാൽ മതി. ഓക്കെ, അതവിടെ നോക്കട്ടെ കേട്ടോ. യെസ്, അപ്പൊ അത് നമ്മുടെ സംസാരത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു
സംഗതി പറഞ്ഞത് മാത്രം. യെസ്, നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് സ്പീച്ചിന്റെ ഒരു കാര്യം പറഞ്ഞിരുന്നു. വുഡ് യു മൈൻഡ് സെൻഡിങ് മീ സം പിക്ചേഴ്സ്? അപ്പൊ സെൻഡിങ് മീ സം പിക്ചേഴ്സ് വന്നപ്പോ പിന്നെ ഒരു ടു മീ വേണ്ട, കാരണം അതിൻ്റെ അകത്ത് ഉണ്ടല്ലോ, പിന്നെ ഒരു ടു മീ നമുക്ക് ഒഴിവാക്കാം. യെസ്, ഓക്കെ ഓക്കെ, റെഡി. ഞാനൊരു സെന്റൻസ് പറയാം. വുഡ് യു മൈൻഡ് ഡ്രിങ്കിങ് എ കപ്പ് ഓഫ് ടീ വിത്ത് മീ? ഓക്കെ കീര, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ചോദ്യം ഇതാണ്. ഷീ സെറ്റ്, ഷീ സെറ്റ്, I bought BOUGHT. I bought a gold chain, a gold chain for my daughter, a gold chain for my daughter, for my daughter. Yes, yeah, ബാക്കി നോക്കാം. ഓക്കെ, ഷീ സെറ്റ്. ഇനി ഇവിടെ കോമഡ് അകത്ത് ഐ ബോട്ട് BOUGHT, ബോട്ട് എ ഗോൾഡ് ചെയിൻ ഫോർ മൈ ഡോട്ടർ. യെസ്, അപ്പോ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാണ്. ഇൻവെർട്ടഡ് കോമയുടെ പുറത്തുള്ളത് വെർബാണ്. സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതും വെർബാണ്. ബൈ എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ബോട്ട്. ബൈ, ബോട്ട്, ബോട്ട്. യെസ്, അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇൻവെർട്ടഡ് കോമയുടെ പുറത്തുള്ള വെർബിനെ പറയുന്ന പേരാണ് റിപ്പോർട്ടിംഗ് വെർബ്. റിപ്പോർട്ടിംഗ് വെർബ്. യെസ്, ആ റിപ്പോർട്ടിംഗ് വെർബിന്റെ ടെൻസ് ആദ്യം നോക്കണം. ഇവിടെ റിപ്പോർട്ടിംഗ് വെർബ് സെറ്റ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസ് ആണ്. അങ്ങനെ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ എങ്ങനെയാണ് റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിപ്പോർട്ടിംഗ് വെർബ് വേറെ ടെൻസ് ആണെങ്കിൽ വേറെ മോഡലാണ്, അത് ഞാനൊന്ന് പറഞ്ഞിരുന്നു. അത് പിന്നീട് നോക്കാം. ഇപ്പൊ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ എങ്ങനെയാണ് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ റിപ്പോർട്ടിംഗ് വെർബ് ഇവിടെ പാസ്റ്റ് ടെൻസ് ആണ്. ഇനി ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്ന വാചകം സുധി SMS ഏത് ടെൻസ് ആണെന്ന് പറയാൻ പറ്റും? Simple past. വെരി ഗുഡ്, കറക്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് ആണ്. ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്ന വാചകം ഏതാണ്? സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, അങ്ങനെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ആയിരുന്നു. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അത് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റിയത്. ഇത് തന്നിരിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിലോ, സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അതിനെ മാറ്റേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റും. പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റും. പാസ്റ്റ് പെർഫെക്റ്റ്. യെസ്, ആൻസർ പറയാമോ? പാസ്റ്റ് പെർഫെക്റ്റിന്റെ സ്ട്രക്ചർ ഒന്ന് ഓർമ്മയുണ്ടെന്ന് പറയാമോ? Subject plus verb. അല്ല, വെർബല്ല, അതിന്റെ ഇടയ്ക്ക് ഒരു സംഗതി ഉണ്ട്. സബ്ജക്റ്റ് പ്ലസ് വെർബിലോട്ട് പോകുന്നതിന് അതിന്റെ ഇടയ്ക്ക് ഒരു സംഗതി ഉണ്ട്. ആ ഇടയ്ക്കുള്ള സംഗതിയാണ് ചോദിച്ചത്. ഓക്കെ, ആലോചിച്ചത് ആർക്കെങ്കിലും പറയാമോ? ഫസ്റ്റ് ഓക്കെ, സിംപ്ലി കറക്റ്റ് ആണ്. സബ്ജക്റ്റ് കഴിഞ്ഞ് ഹാഡ് ഉപയോഗിച്ചതിന് ശേഷം വെർബ് ഉപയോഗിക്കണം. ആ വെർബിന്റെ മൂന്നാമത്തെ അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബ് ഉപയോഗിക്കണം. ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റ്. ഓക്കെ, അപ്പോ തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ നമുക്കതിനെ മാറ്റേണ്ടത് എങ്ങോട്ടാണ്? പാസ്റ്റ് പെർഫെക്റ്റിലേക്കാണ്. പാസ്റ്റ് പെർഫെക്റ്റിലേക്കാണ് നമുക്കതിനെ മാറ്റേണ്ടത്. പാസ്റ്റ് പെർഫെക്റ്റോട് മാറ്റുമ്പോൾ ഹാഡ് ഉപയോഗിക്കും. എന്ത് ഉപയോഗിക്കണം? ഹാഡ്. ബാക്കിയുള്ള നിയമങ്ങൾ കോമൺ ആയിട്ട് പറഞ്ഞത് അങ്ങനെ. ഇവിടെ അവൾ പറഞ്ഞു. അപ്പൊ അവൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രമണിയാണെന്ന് വിചാരിക്കുക. എക്സാമ്പിൾ ആണ്. രമണി പറഞ്ഞു, ഞാൻ എൻ്റെ മകൾക്ക് ഒരു സ്വർണമാല വാങ്ങി. ഞാൻ എൻ്റെ മകൾക്ക് ഒരു സ്വർണമാല വാങ്ങി. ഇത് ആരോടാണോ പറഞ്ഞത്, ആരാണോ കേട്ടത്, അയാൾ ഇത് വേറെ ആളോട് പറയുമ്പോൾ എന്ത് പറയും? രമണി പറഞ്ഞു അവൾ അവളുടെ മോൾക്ക് ഒരു സ്വർണമാല വാങ്ങിയത്. അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. രമണി പറഞ്ഞു അവൾ അവളുടെ മോൾക്ക്.
നേരിട്ട് പറയുമ്പോഴാണ് എന്റെ മോൾ എന്ന് പറഞ്ഞത്. വേറെ ആളോട് പറയുമ്പോൾ എന്ത് പറയണം? അവളുടെ മകൾക്ക് ഒരു സ്വർണ്ണമാല വാങ്ങി. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ഫിനിഷ് ചെയ്യാം. ഓക്കെ, ശ്രുതി കറക്റ്റ്. ഷീ ടോൾഡ് ദാറ്റ് ഐ എന്ന് പറഞ്ഞാൽ ഷീ തന്നെയല്ലേ? ഷീ ഹാഡ് ബോട്ട് എ ഗോൾഡ് ചെയിൻ ഫോർ ഹെർ ഡോട്ടർ, അവളുടെ മകൾക്ക്. അപ്പൊ അതിന്റെ ആൻസർ ഇതാണ്. ഷീ ഹാഡ് ബോട്ട് എ ഗോൾഡ് ചെയിൻ ഫോർ ഹെർ ഡോട്ടർ. ഇവിടെ കിട്ടിയല്ലോ. യെസ്. ഇനി നിങ്ങൾ സ്വന്തമായിട്ട് വിളിച്ചു. He said. You studied STUDIED. You studied English without the help of your teacher. Okay. He said, you studied STUDIED, studied English without the help of your teacher. Without the help of your teacher. ചെയ്യാൻ പറ്റും നോക്കി. ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് ശ്രുതി. ഒരു സ്ഥലം ചെറിയൊരു കയ്യബദ്ധം പറ്റിയുണ്ട്. ഒന്നുകൂടി ശ്രദ്ധിച്ച്. Yes. Okay, answer. Very good. Yes, correct, Srilashmi. Yes, okay, Vignesh. Our teacher no, my teacher no പറയാം. Yes, നമുക്ക് ഈ വിഷയത്തിലോട്ട് വരാം. He said, അവൻ പറഞ്ഞു, you studied, നീ പഠിച്ചു ഇംഗ്ലീഷ് വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് യുവർ ടീച്ചർ, നിന്റെ സഹായമില്ലാതെ പഠിച്ചു. അപ്പോ അവൻ എന്ന് പറയുന്ന ആള് വേറൊരാള് പറയുന്നു. അപ്പൊ അവൻ എന്ന് പറയുന്ന ആൾക്ക് ഞാൻ രാമൻ എന്ന് പറഞ്ഞു. ഈ രാമൻ പറയുന്നത് യു എന്ന് വേറെ ആളെ നോക്കിയിട്ടല്ല പറയും, നീ പഠിച്ചതാണ് പറയണത്. അപ്പൊ രാമൻ പറയുന്നത് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാളാണ്. അപ്പൊ അതിന് നമുക്ക് രമേശ് എന്ന് പറയാം. രമേശിന്റെ മുഖത്ത് നോക്കിയിട്ടാണ് പറയണത്, നീ നിന്റെ ഇംഗ്ലീഷ് ടീച്ചറിന്റെ സഹായമില്ലാതെ പഠിച്ചു. അത് കേൾക്കുന്ന രമേശ് വീട്ടിൽ ചെന്ന് പറയുമ്പോൾ എന്ത് പറയുന്നു?
രാമൻ പറഞ്ഞു, ഞാൻ എന്റെ ഇംഗ്ലീഷ് ടീച്ചറിന്റെ സഹായമില്ലാതെ പഠിച്ചു. അങ്ങനെയല്ലേ വരുള്ളൂ. അപ്പൊ എന്ത് വരും? ഹി ടോൾഡ് ദാറ്റ്, യു എന്നുള്ളത് എന്തായി? I studied English without the help of my teacher. Without the help of my teacher. Yes. അപ്പോ അത് തന്നെയാണെങ്കിൽ വേറെ രീതിയിലല്ല. ഈ അവൻ പറയുന്നത് ഒരു പെൺകുട്ടിയെ നോക്കിയിട്ടാണെങ്കിൽ, ഒരു പെൺകുട്ടിയെ നോക്കിയിട്ടാണ് പറയുന്നത്, നീ നിന്റെ ടീച്ചറിന്റെ സഹായമില്ലാതെ ഇംഗ്ലീഷ് പഠിച്ചു എന്ന് പറയുന്നത് പെൺകുട്ടിയെ നോക്കിയിട്ടാണെങ്കിൽ ചെറിയ വ്യത്യാസം വരും. അപ്പൊ എന്ത് വരും? I studied English. വ്യത്യാസം വരുന്നത് കറക്റ്റ് ആണ്. പെൺകുട്ടിയെ നോക്കിയിട്ടെന്നല്ല ഉദ്ദേശിച്ചത്, ഒന്നിലധികം ആളുകളെ നോക്കിയിട്ടാണ് പറയുന്നുണ്ടെങ്കിൽ, ഒന്നിലധികം ആളുകളെ നോക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ ആ മൈ എന്നുള്ളതിന് പകരം എന്താണ്? അവർ എന്നാണ്. എന്താക്കണം? അവർ എന്നാണ്. യെസ്. അടുത്തത് she said. She said. ഇവിടെ നമ്മളത് I made a cup of tea in the morning. I made a cup of tea in the morning. Okay, Vigesh. Okay. Anu, Ansu. Okay, Sruthi. അത് വളരെ സിമ്പിളായ വാചകമാണ്. അതിൻ്റെ അകത്ത് മൈ യുവർ ഒന്നുമില്ല. അപ്പൊ അത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. യെസ്. Okay, Sharanya. Yes. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. She told that she had made. ഞാൻ ഉണ്ടാക്കിയതാണ് അവൾ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ she തന്നെയാണ്. She had made a cup of tea in the morning. A cup of tea in the morning. Yes. അടുത്തത്. Okay, correct, Srilashmi, correct. ഞാനിത്തിരി ചിന്തിക്കാൻ പറ്റിയ സാധനം തരാം, നിങ്ങൾ ആലോചിച്ചാൽ മതി. They said. ഇനി ഇവിടെ നമ്മുടെ അകത്ത് when did they come? When did they come? It is a question mark. ഇവിടെ close here. I will repeat the question. He said, when did they come? They not about okay. They said, I got. They said. And I got Shandia. They said,
when did they come? ഒരു കൺഫ്യൂഷൻ വരും. ഓക്കെ ഓക്കെ ഓക്കെ, ആ ആദ്യത്തെ ദേ എന്നുള്ളത് മാറ്റിയിട്ട് ഹീ തന്നെ ആക്കിക്കോട്ടെ, അല്ലെങ്കിൽ രണ്ട് ദേ വരുമ്പോഴേ ഒരു കൺഫ്യൂഷൻ വരും. യെസ്, ആദ്യത്തെ ഹീ സെറ്റ് തന്നെ ആക്കിക്കോളൂ, ഹീ സെറ്റ് തന്നെ ആക്കിക്കോളൂ. ഹീ സെറ്റ് ഇൻവെർട്ടഡ് കോമയുടെ അകത്താണ് when did they come. ആദ്യത്തെ ഹീ സെറ്റ് തന്നെ ആക്കുക, അല്ലെങ്കിൽ രണ്ട് ദേ വരുമ്പോൾ കൺഫ്യൂഷൻ വരും. Okay, answer correct. Okay, Sudhi. Okay, Vignesh. Okay, Suresh, ചെറിയ മിസ്റ്റേക്ക് ആയിട്ട് ലാസ്റ്റ് ഉണ്ട്. ലാസ്റ്റ് വേർഡിൽ ചെറിയ മിസ്റ്റേക്ക്, ഇത് കറക്റ്റ് ചെയ്താൽ മതി. യെസ്, ഓക്കെ സുരേഷ്മി, ഓക്കെ ശരണ്യ, കറക്റ്റ്. യെസ്, എല്ലാവരും വരുത്തിയ സിമ്പിൾ മിസ്റ്റേക്ക് ഉണ്ട്, അത് നമുക്ക് കറക്റ്റ് ചെയ്യാം. എല്ലാവരും സെയിം ആയിട്ട് ഞാൻ പറയുന്നത്. ഓക്കെ, he asked, അല്ല he said, അവൻ ചോദിച്ചു. when did they come, അവർ എപ്പോഴാ വന്ന്. യെസ്, അപ്പൊ when did they come, come എന്ന് പറയുമ്പോൾ ഒരു പ്രസന്റൻസ് ആണെന്ന് തോന്നുന്നു, പക്ഷെ അത് പാസ്റ്റ് ടെൻസിന്റെ നമ്മൾ പരിഹരിക്കണം. കാരണം ആ വാചകത്തിൽ ഒരു ഡിഡ് കിടപ്പുണ്ട്. ഡിഡ് കഴിഞ്ഞാൽ പിന്നെ ആ സെന്റൻസിന്റെ പ്രസന്റൻസ് ഉപയോഗിച്ചാൽ മതി, പാസ്റ്റ് ടെൻസ് ആണെന്ന് വിചാരിച്ചു കൊള്ളണം, അല്ലെങ്കിൽ അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇത് ഒന്നുകൂടി പറയുകയാണെങ്കിൽ when they came എന്നുള്ള സെന്റൻസ് ആണ്. ഓക്കെ, ഹീര, യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്, യെസ്. അപ്പൊ ഹീര മാത്രമാണ്. അപ്പൊ ഒരു കാര്യം ചോദിക്കല്ലേ, എപ്പോഴാണ് വന്നത് ചോദിക്കല്ലേ, പറയല്ലേ, ചോദിക്കല്ലേ. അത് ചോദിക്കുമ്പോ അത് ചോദിച്ചു എന്നുള്ളൊരു വേർഡ് പറയാം. എന്താണ് അത്? ആസ്ക്ഡ് എന്ന് ചോദിക്കും. യെസ്, എന്തെങ്കിലും ഒരു ചോദ്യത്തിന് ഒരു മറുപടി ആയിട്ടാണ് പറയണമെന്നുണ്ടെങ്കിൽ ആൻസേർഡ് എന്നോ റിപ്ലൈഡ് എന്നോ ആക്കാം. യെസ്, ഓക്കെ. അപ്പൊ ഇവിടെ ചോദിക്കുകയാണ്, എപ്പോഴാണ് അവര് വന്നത്, ഒരു ചോദ്യം ചോദിക്കുകയാണ്. അപ്പോ ഹി ആസ്ക്ഡ് when they had come. കം വരില്ല, കെയും ഫസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിളും കം തന്നെ. കം, കെയും, കമ്മാണ്. അപ്പൊ when they had come. അടുത്തത് ഒന്ന് ആലോചിച്ചാൽ മതി. ആലോചിക്കാനൊക്കെ സിമ്പിൾ ആണ്. ഇൻവേർട്ടഡ് കോമസ് തുടങ്ങിക്കൂടെ, ഇൻവേർട്ടഡ് കോമസ്. why didn't, DIDN apostrophe T, why didn't you sing, SING, why didn't you sing. ഇൻവേർട്ടഡ് കോമ ക്ലോസ് ചെയ്യാം. why didn't you sing, ഇൻവേർട്ടഡ് കോമ ക്ലോസ് ചെയ്യാം. എന്നിട്ട് എഴുതിക്കോളൂ said, SAD, said മിസ്റ്റർ, MR എന്നൊരു കുത്തിട, മിസ്റ്റർ സിംഗ്, SINGH, സിംഗ്, S ക്യാപിറ്റൽ. to TO, to Mrs. MRS കുത്തിട, Mrs. Singh, SINGH. എഴുതിക്കോളൂ. why didn't you sing, അത്രയും ഇങ്ങോട്ട് കൊണ്ടാക്കുന്നത്. why didn't you sing, said Mr. Singh
ടു മിസ്സിസ് സിംഗ്. മിസ്റ്റർ സിംഗ് മിസ്സസ് സിംഗിനോട് പറഞ്ഞു. ഓക്കെ, ആ ഡിഡിന്റെ നമുക്കൊരു മിസ്റ്റേക്ക് വന്നു. ഡിഡ് പാസ്റ്റ് അല്ലേ? ആ ഓക്കെ. ശ്രുതി SMS. വിഘ്നേഷ് ആ ഡിഡിന്റെ ഒരു മിസ്റ്റേക്ക് കിടപ്പുണ്ട്. ഡിഡിന്റെ വരൂല, ബാക്കിയൊക്കെ കറക്റ്റ് ആണ്. അവിടെ ഒന്ന് കറക്റ്റ് ചെയ്യണം. ആ ശ്രീലക്ഷ്മി അവസാനത്തെ വാക്കിന്റെ അകത്ത് മിസ്റ്റേക്ക് കിടപ്പുണ്ട്. ലാസ്റ്റ് വേർഡ് ഇപ്പൊ കറക്റ്റ് പറയാം. ഞാനും വെറുതെ ഒരു മിസ്റ്റേക്ക് വരുന്നത് അശ്രദ്ധ കൊണ്ട്. ആ ഓക്കെ 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 ഓക്കെ. ആ ഓക്കെ വിഘ്നേഷ് ഇപ്പൊ കറക്റ്റ്. You understand? Okay, Ansu. ഇല്ല, ഡിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡു പ്രസന്റൻസ് ആണ്. അതിന്റെ പാസ്റ്റൻസ് ആണ് ഡിഡ്. അപ്പൊ പാസ്റ്റ് ആയി. യെസ്. ആ ഡോണ്ട് വരുമ്പോഴുണ്ട് നോട്ട് ടു മാറ്റം. യെസ് യെസ് ഓക്കെ ഓക്കെ ഓക്കെ. അത് നമുക്ക് ലാസ്റ്റ് ഈ ടെൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. യെസ് ഓക്കെ ഓക്കെ. അപ്പൊ ഇത്ര നിങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പൊ ഇത് ആൻസർ ചെയ്യാൻ വായിക്കാം. വൈ ഡിഡിന്റ് യു സിംഗ്? എന്തുകൊണ്ട് നീ പാടിയില്ല? മിസ്റ്റർ സിംഗ് ആസ്ക്ഡ് മിസ്സസ് സിംഗ്. മിസ്റ്റർ സിംഗ് മിസ്സസ് സിംഗിനോട് ചോദിച്ചു. അപ്പോ ഇത് കേൾക്കുന്ന ആള് പറയുന്നത് എങ്ങനെയാണ്? മിസ്റ്റർ സിംഗ് മിസ്സസ് സിംഗിനോട് ചോദിച്ചു എന്തുകൊണ്ട് അവൾ പാടിയില്ല. യെസ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? മിസ്റ്റർ സിംഗ് ആസ്ക്ഡ് മിസ്സസ് സിംഗ് വൈ, എന്തുകൊണ്ട് അവൾ പാടിയില്ല. ഷീ ഹാഡ് നോട്ട് സിംഗിനോട് പാസ് പഠിച്ചു സൺ. യെസ്, വൈ ഷീ ഹാഡ് നോട്ട് സൺ. നമുക്കിതേ രണ്ട് രീതിയിൽ ചെയ്യാൻ പോകും. അതായത് ഞാനിപ്പോ വിഘ്നേഷിനോട് ഒരു കാര്യം പറഞ്ഞു, ഇപ്പൊ ഡയറക്റ്റ് സ്പീച്ച് ചെയ്യും. വിഘ്നേഷ് അത് ചെന്നിട്ട് വേറെ ആളെ പറയുമ്പോ എങ്ങനെ പറയും എന്നുള്ള രീതിയിൽ എടുക്കാം. ഞാൻ വിഘ്നേഷിനോട് പറഞ്ഞ കേസ് ശ്രീലക്ഷ്മി കേട്ടിട്ട് ശ്രീലക്ഷ്മി അത് വേറെ ആളോട് പറയുമ്പോ എങ്ങനെ പറയും? രണ്ട് രീതിയിൽ പറയാം. യെസ്, ഒരു സ്ഥലത്ത് കേട്ടത് വേറൊരു സ്ഥലത്ത് ചെന്ന് പറയുക അല്ലെ, അതാണ് റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്ന ടെൻസ്. ആ ടെൻസിൽ വന്നു കഴിഞ്ഞാൽ എങ്ങോട്ടാണ് മാറ്റേണ്ടത് എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ,
യെസ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു കഴിയുമ്പോൾ അതിനകത്ത് കുറച്ച് ബാലൻസ് ഉണ്ട്. അപ്പൊ മാർക്ക് പിന്നെ നമുക്ക് പെടുത്തേണ്ടത് രണ്ടുകൊണ്ടും ബാലൻസ് നിൽക്കുന്ന ചോദ്യം ഞാൻ ചോദിക്കുന്നു. അത് എല്ലാവരും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. അപ്പൊ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നിങ്ങൾ പൂരിപ്പിച്ചാണ്. യെസ്. ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് സ്റ്റാച്യു ഓഫ് ഡാഷ് ആണ്. ദ സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ന് നിങ്ങൾ അതിന് മറുപടിയും പറഞ്ഞു. അടുത്തത് എ സോർ, SOUR, എ സോർ ഫ്രൂട്ട്, FRUIT, എ സോർ ഫ്രൂട്ട്. പറഞ്ഞതാണ്. യെസ്. ഓ യെസ് പറഞ്ഞിട്ടുണ്ടല്ലേ. നമുക്ക് മാറ്റാം. ഒരാളോട് പറയാം, അത് പറഞ്ഞാണ് മതി മതി. എ പിങ്ക് കളർ ഫ്ലവർ ദാറ്റ് ക്ലോസസ് ഇറ്റ്സ് പെറ്റൽസ് അറ്റ് നൈറ്റ്. പറഞ്ഞതാണ്. ലോട്ടസ് പറഞ്ഞതാണല്ലേ. അത് ഓക്കെ വിട്ടേരെ. യെസ്. ഓക്കെ. എല്ലി കഴിഞ്ഞില്ല. ഓക്കെ. ഡോണ്ട് വറി. യെസ്, ലെറ്റ് സ്റ്റാർട്ട്. യെസ്, അത് ഓക്കെ. യെസ്. അപ്പൊ ഇനി നമ്മൾ പറയുന്നത് എൻ എന്ന് പറഞ്ഞ ലെറ്ററിൽ ആരംഭിക്കുന്ന, അത് പറഞ്ഞിട്ടില്ല. എൻ. എൻ. ഓക്കെ. യെസ്. എന്നാണ് ആദ്യത്തെ ലെറ്റർ? എം അല്ല ശ്രുതി, എൻ. നമ്പർ. യെസ്. രണ്ടാമത്തെ ലെറ്റർ എ ആണ്. എ. ഓക്കെ. രണ്ടാമത്തെ ലെറ്റർ എ മീൻസ് ആദം, NA. യെസ്. ഓക്കെ ശ്രീലക്ഷ്മി കറക്റ്റ്. ചോദ്യം ഇതാണ്. ഞാൻ മീനിങ് ആണ് പറയുന്നത്. അതിന്റെ വൺ വേർഡ് നിങ്ങൾ പറയുക. ടു ഇറിറ്റേറ്റ്. ചോദിച്ചിട്ട് കേട്ടിട്ട് പറഞ്ഞാൽ മതിയേ. ടു ഇറിറ്റേറ്റ്. ഓക്കെ ശ്രീലക്ഷ്മി. ടു ഇറിറ്റേറ്റ് ഓർ കംപ്ലൈൻ അഗെയിൻ ആൻഡ് അഗെയിൻ. നാസ്റ്റി അല്ല, നാസ്റ്റി അല്ല, വേറെ വീടുണ്ട്. നോട്ടി അല്ല. ലക്ഷ്മിയുടെ ഇവിടെ പോണ്ട്. ഹീര കറക്റ്റ് ആൻസർ. ഹീര, ആൻസു, ശ്രുതി. ഹീര, ആൻസു, ശ്രുതി. പറഞ്ഞതാണ്. യെസ്. അപ്പൊ എന്റെ രേഖപ്പെടുത്തിയിരിക്കുന്ന പേപ്പറിൽ വന്നിട്ടില്ല. യെസ്. വിട്ടേര്. യെസ്. അത് നമുക്ക് അടുത്ത പറയാം. അടുത്ത വാചകത്തില് അപ്പൊ ഹീരയുടെയും ആൻസുവിന്റെയും ശ്രുതിക്ക് ഓരോ പോയിന്റ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലും രേഖപ്പെടുത്തിയത് കളയണ്ട, അങ്ങനെ നിൽക്കട്ടെ. യെസ്. അടുത്ത സെന്റൻസ് ഇതാണ്. നിങ്ങൾ പറയുന്ന ഉത്തരത്തില് 2 ഇസഡ് വേണം. യുവർ ആൻസർ ഷുഡ് കൺസിസ്റ്റ് ഓഫ് 2 ഇസഡ്. ഇസഡിന്റെ എണ്ണം വേണം. അത് ആദ്യം വരണോ നിർബന്ധമൊന്നുമില്ല. ആ വാചകത്തിൽ ഉണ്ടായാൽ മതി. ആദ്യം വരണമെന്നോ അവസാനം വരണമെന്നോ നിർബന്ധമില്ല. നിങ്ങൾ പറയുന്ന ഉത്തരത്തില് 2 ഇസഡ് ഉണ്ടായാൽ മതി. ഓക്കെ. ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ ശ്രീലക്ഷ്മി. An Italian dish consisting of Srilakshmi, Vignesh, Sudhi. Srilakshmi.
Vignesh and Sudhi. Okay. ഞാൻ ചോദ്യം പോലും പൂർത്തിയാക്കിയില്ല, അതിന് ഉത്തരം വന്നു അല്ലേ? എങ്കിലും ഞാൻ ചോദ്യം വെറുതെ ചോദിക്കുകയാണ്, പറയുകയാണ്. An Italian dish consisting of flattered bread topped with vegetables or meat or and cheese. That is called pizza. Another. A style of music with a heavy emphasis. Sudhi, Vignesh, and Su. Sudhi, Vignesh, and Su. Yes. നിങ്ങൾ വളരെ ബുദ്ധിരാക്ഷസന്മാരും രാക്ഷസിമാരും ഉണ്ട്. ചോദ്യം പോലും പൂർത്തിയാക്കിയില്ല. എന്നാലും ഞാൻ ചോദ്യം വെറുതെ പറയുകയാണ്. A style of music with a heavy emphasis on rhythms and improvisation. That is called jazz. Yes. Another. A light precipitation of rain. Sudhi, Ansu, Srilashmi. Sudhi, Ansu, Srilashmi. Correct ആണ്. ഡ്രിസിൽ എന്നാണ്. ഡ്രിസിൽ ചാറ്റൽ മഴ എന്ന് പറയില്ലേ, ആ സംഗതിയാണ് ഡ്രിസിൽ. യെസ്. A storm, STOR, a storm which contains large amount of a large quantity of snow. Okay, Sudhi, Srilashmi, Hira. Sudhi, Srilashmi, Hira. Yes, correct answer ആണ് blizzard. BLIZZARD. അടുത്തത്. To make a low, LOW, low vibrating humming sound. To make a low vibrating humming sound. Srilashmi, Hira, Sudhi. Srilashmi, Hira, Sudhi. നമ്മള് ഈ വൈബ്രേഷൻ ചെയ്യുമ്പോൾ മൊബൈൽ ഫോൺ അടിക്കുമ്പോൾ അന്നത്തെ ശബ്ദം തന്നെ ബസ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത്. Hair, HAIR, hair that does not align. ALI, Sudhi, Sharanya, Srilashmi. Sudhi, Sharanya നേരത്തെ വന്നിട്ടില്ല അല്ലേ? ശരണ്യ ആൻഡ് ശ്രീലക്ഷ്മി കറക്റ്റ് ആണ്. ഞാൻ ചോദ്യം കൂടി വെറുതെ പറഞ്ഞേക്കാം. ഹെയർ that does not align with the surrounding hair, that is called frizz. Yes. അടുത്തൊരു സിറ്റുവേഷൻ പറയാം, അതിന്റെ വൺ വേർഡ് പറയാം. ഫീലിംഗ് പെയിൻഡ്, FAINT, woozy, WOOZY, weak, 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 or wobbly, WOBBLY. ഇതിനെ പറയുന്ന ഒറ്റ പേരുണ്ട്. വിഘ്നേഷ്, ശ്രീലക്ഷ്മി, ശ്രുതി. വിഘ്നേഷ്, ശ്രീലക്ഷ്മി, ശ്രുതി. വിഘ്നേഷ് ആയിട്ട് ആദ്യം പറഞ്ഞത്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. കീപ് ഇറ്റ്. യെസ്.
അടുത്തത് a cover made of leather or wire. A cover made of leather or wire that is put on an animal's nose, supposed to be its nose and mouth, so that it cannot bite. So that it cannot bite. A cover made of leather or wire that is put on animal's nose and mouth, so that it cannot bite. എമ്മിലാണ് ആരംഭിക്കുന്നത്. ഉത്തരം വരാൻ വൈകുന്നോട് പറഞ്ഞാണ്. ഹീര, ശ്രുതി, ശ്രീലക്ഷ്മി. ഹീര, ശ്രുതി ആൻഡ് ശ്രീലക്ഷ്മി. കറക്റ്റ് ആൻസർ ആണ്, കറക്റ്റ് ആൻസർ ആണ്. അടുത്തത് a mystery or something that is difficult to understand or explain. A mystery or something that is difficult to understand or explain. Hira, Srilakshmi, Sharanya. Hira, Srilakshmi, Sharanya. Yes. ഞാൻ പേര് പറയുമ്പോൾ ആരെയും വിട്ടുപോയാൽ പറഞ്ഞോളൂ കേട്ടോ. A food served on a hot plate. Sudhi, Ansu, Srilakshmi. Sudhi, Ansu, Srilakshmi. Yes. Okay, okay. ഞാൻ ചോദിച്ചത് പറഞ്ഞു. Okay, ഹീര കറക്റ്റ് ആണ്. A food served on a hot plate, often with meat and vegetables. Yes, അടുത്തത്. A narrow tube that is put on the end of the pipe to control the liquid or gas coming out. Srilakshmi, Sudhi, Ansu. Sharanya. Okay, Sharanya. Yes. Srilakshmi. Srilakshmi is yes. Sharanya, Sudhi. Okay, 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 okay. Correct. Yes. About nosing. Yes, a king of Babylon who rebuilt the city of Babylon. I will repeat. A king of Babylon. അല്ല, ഉത്തരം വന്നിട്ടില്ല. ഞാൻ മുഴുവൻ പറയാം.
the king of Babylon, who built the city with massive walls and built his own statue and brought the people captives. Here, Sharanya, Sudhi. Here, Sharanya and Sudhi. ഓ, നിങ്ങൾക്ക് നല്ല GK ഒക്കെ അറിയാവുന്ന ആൾക്കാരാണല്ലോ. Yes, അടുത്തത്. A Palatial, PALATIA building, especially in Italy. Just like a palace, a building, especially in Italy. Okay, Sudhi. Srilashmi. Sharanya. Sudhi, Srilashmi, Sharanya. Okay. Correct. അടുത്തത്. An electronic device that makes low continuous sound used in competitive show like quiz. Answer, Srilashmi, Sudhi. Answer, Srilashmi and Sudhi. Correct answer ആണ് ബസർ. അതുപോലെ ഷോയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ബസർ. ഓക്കെ. യെസ്, അപ്പോ 24 അപ്പൊ അതുകൊണ്ട് ഇനി ചോദിച്ചു കഴിഞ്ഞാൽ തീരുമാനത്തോടെ ഞാൻ ഇത്തരത്തിൽ അവസാനിപ്പിക്കുകയാണ്. യെസ്, അപ്പൊ ഇന്ന് ശ്രീലക്ഷ്മിക്ക് പാട്ട് പാടാനൊരു അവസരം തരാം. യെസ്, അപ്പൊ അതിനു മുമ്പ് ഞാൻ ഇന്ന് കിട്ടിയ പോയിന്റ് നിലവാരം ഒന്ന് പറഞ്ഞേക്കാം. ഓക്കെ. യെസ്, നിങ്ങൾ നല്ല മിടുക്കന്മാരും ഉണ്ട്. നല്ല പല കാര്യങ്ങളും ഞാൻ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ഒന്നും കൂടി ഒന്ന് ആഞ്ഞു പിടിച്ച അടുത്ത LD ക്ലർക്ക് എക്സാമിനേഷൻ നിങ്ങളുടെ കയ്യിലിരിക്കും. യെസ്, അപ്പോ ഓക്കെ, ഒന്നുകൂടി ആഞ്ഞു പിടിച്ചാൽ മതി. ഒന്നുകൂടി ഒന്ന് പൊടി തട്ടിയിരിക്കുന്നത് ആ കണക്കും ആ ഇംഗ്ലീഷും GK ഒന്നുകൂടി ഒക്കെ ഒന്ന് പൊടി തട്ടി എടുത്തു കഴിഞ്ഞാൽ അടുത്ത LD ക്ലർക്ക് എക്സാമിനേഷൻ നിങ്ങളുടെ കയ്യിലിരിക്കും. അത് എഴുതണം നിങ്ങൾ. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? യെസ്, അതിന് 2-3 കാര്യങ്ങൾ. ഒന്ന്, ഒരു ജില്ലയിലോട്ട് ഒരാൾക്ക് അപേക്ഷിക്കാൻ പറ്റും. ഈ 14 ജില്ലയിലേക്കും ഓരോ സമയമാണ് വിളിക്കുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു ജില്ലയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ പോകുമ്പോൾ അത്ര തിരക്ക് കുറവ് വരും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്തേക്ക് മാത്രമാണ് കേരളത്തിലുള്ള എല്ലാവരും അങ്ങോട്ട് അപേക്ഷിക്കും. അപ്പൊ മത്സരം ടൈറ്റാവും. അപ്പൊ ആ ഒരു പ്രത്യേകത അതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഈ ലിസ്റ്റ് നിലവിൽ വന്നാൽ ഒരു ആവറേജ് 300-350 പേരെങ്കിലും അവർ അപ്പോയിന്റ് ചെയ്യും. യെസ്, അപ്പോൾ 300-350 പേരൊക്കെ വന്നു കഴിയുമ്പോൾ എങ്ങനെ വന്നു കഴിഞ്ഞാലും 3 വർഷത്തിനുള്ളിൽ നിങ്ങൾക്കത് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. ഒരു കാര്യം കൂടി, 300 തന്നെ മറ്റൊന്നില്ല. ഏതെങ്കിലും നിങ്ങളുടെ കാസ്റ്റ് അതിൻ്റെ അകത്ത് അവർക്ക് റിസർവേഷൻ ഉള്ളതാണെങ്കിൽ, എന്ത് റിസർവേഷൻ ഉള്ളതാണെങ്കിലും അവര് ചിലപ്പോ 1000 എടുക്കുകയായിരിക്കും. ചിലപ്പോ അവർക്ക് ഈ 300-നുള്ളിലോട്ട് കയറി വരാൻ പറ്റും. റിസർവേഷൻ കാറ്റഗറിയിൽ വരും. അങ്ങനെയും സംഭവിക്കും. അപ്പൊ 300 തന്നെ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. യെസ്, അങ്ങനെ വരും.
അതൊന്ന് ട്രൈ ചെയ്യണം. നിയർലി ഒരു 40-45,000 റുപ്പീസ് പെർ മന്ത് തുടക്കത്തിൽ കിട്ടും. ഒരു 40-45,000 രൂപ പെർ മന്ത് നിങ്ങളുടെ കയ്യിലിരിക്കും. യെസ്. പിന്നെ ഒന്നും കൂടി അവിടെ ആദ്യം പിടിച്ചോളൂ ശ്രുതി, കിട്ടും. നിങ്ങളുടെ ഈ കാലിബ്ര കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു കിട്ടും തന്നെ. ഓക്കെ 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 യെസ്. അപ്പൊ ഇന്നത്തെ പോയിന്റ് പറയാം. ശരണ്യ 5 പോയിന്റ് ഉണ്ട്, 5 പോയിന്റ് ഉണ്ട്. വിഘ്നേഷ് 4 പോയിന്റ് ഉണ്ട്, 4 പോയിന്റ് ഉണ്ട്. ഹീര 6 പോയിന്റ് ഉണ്ട്, 6 പോയിന്റ് ഉണ്ട്. ആൻസുവിനും 6 പോയിന്റ് ഉണ്ട്, ആൻസുവിനും 6 പോയിന്റ് ഉണ്ട്. യെസ്. ശ്രീലക്ഷ്മിക്ക് 12 പോയിന്റ് ഉണ്ട്, 12. ശ്രുതിക്ക് 13 പോയിന്റ് ഉണ്ട്. യെസ്. അപ്പോ ശ്രീലക്ഷ്മിയുടെ പാട്ടോടു കൂടി അവസാനിപ്പിക്കാം. പാടുന്നുണ്ടോ? sir. യെസ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. പഠിക്കും. Sir. ഒന്നോളം തീരാതീരലും പ്രാണന്റെ വിങ്ങും നീരലും എന്നെ നിൽക്കാൻ തൊട്ടതും ദൂരെ മായയായി ഒന്നുകഴത്തിൽ തീരഭൂമി ഒന്നു തൊടുമ്പോൾ ഞാൻ പൂത്തുപോയി നാണമായി പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് ഇടയിൽ ഒരു ഇതായി. Yes, no problem, no problem. You will get a chance next time. ഈ റേഞ്ച് പോകുന്നുണ്ട് തോന്നുന്നു, ഇടയ്ക്ക് കട്ടായി പോകുന്നുണ്ടായിരുന്നു. അപ്പോ we will meet next time. അടുത്ത പ്രാവശ്യം ശ്രീലക്ഷ്മി ഒന്ന് പ്രിപ്പയർ ചെയ്ത് പോരും. യെസ്, നമുക്ക് റെഡിയാക്കാം. ഞാൻ അടുത്ത ക്ലാസ്സിൽ പാടാം സർ. എനിക്കിപ്പോ മോനെ അടുത്ത് അവന് വാട്സ് വിളിക്കുന്നുണ്ട്. അവന് ഒരു സുഖമില്ലാണ്ടിരിക്കുക, ചുമക്കിട്ട്. അപ്പൊ അവൻ പെട്ടെന്ന് അടുത്തേക്ക് വന്നപ്പോ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. ഒന്ന് ചേർത്ത് പിടിക്കോ, ക്ലിയർ ആകുന്നില്ല, ഒന്നുകൂടി. മോന് വയ്യാത്ത കാരണേ അവൻ പെട്ടെന്ന് ഇടയിൽ കയറി വന്നു, അപ്പൊ എനിക്ക് നിർത്തേണ്ടി വന്നു. സുഖമില്ലാത്ത കാരണം ഇവിടെ ഞാനവന് തന്നെയുള്ളേ. Okay. Very good. We will meet in the next class. Okay, bye.